എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിൽ വയ്ക്കാറില്ല, പിന്നെയോ തണ്ടിൽ മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. സ്തോത്രം. ഇന്ന് ലോകം അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മനുഷ്യൻ്റെ പാപ സ്വഭാവമാണ് ഇതിന് കാരണം. കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ പുതക്കമുള്ളവനായി ജീവിക്കും. യേശുവിൻ്റെ വെളിച്ചം നീതിയുടെയും സത്യത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെയും അടയാളമാണ്. ഈ വെളിച്ചം പുതുജീവൻ്റെ അടയാളമാണ്. പാപത്തെ വിട്ടൊഴിയുന്ന മനുഷ്യനെ കർത്താവ് പ്രകാശിപ്പിക്കുന്നു. പകൽ സമയം സൂര്യനെ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കാണുവാൻ ശ്രമിച്ചാൽ നമുക്ക് അന്ധകാരമായിരിക്കും. എന്നാൽ സൂര്യൻ പ്രകാശത്തോടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ അകത്തെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ യേശുവിൻ്റെ പ്രകാശം കാണുവാനും ആ പ്രകാശത്തിൽ ജീവിക്കുവാനും കഴിയുകയുള്ളൂ. യേശുവിൽ വിശ്വസിച്ച് അവനെ അനുഗമിക്കുന്നവർ മാത്രമാണ് ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. യേശുവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല. സ്തോത്രം. ആമേൻ. യേശു അവർക്ക് ഒരു മുന്നോടിയായി, വിളക്കായി അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വഴി അന്ധകാരത്തിലും പാപത്തിലുമായിരിക്കുന്ന മനുഷ്യനെ ആത്മീയ പ്രകാശം പരത്തുന്ന കർത്താവിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് യേശുവിൻ്റെ പ്രകാശത്തിലായിരിക്കുന്നവർ തങ്ങളുടെ സാക്ഷ്യം കൊണ്ടും മാതൃക ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് പ്രകാശം പകർന്നു കൊടുക്കണം. വെളിച്ചം അന്ധകാരത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് വിശ്വാസിയുടെ ജീവിതം, പെരുമാറ്റം, ഇടപാടുകൾ, പ്രവൃത്തികൾ എല്ലാം വ്യത്യസ്തമായിരിക്കണം. ദൈവം ഒരിക്കലും മനുഷ്യരുടെ ആത്മീയ കണ്ണുകൾ അടച്ചു കളയുന്നില്ല. ദൈവം ഒരിക്കലും ആത്മീയ സത്യങ്ങൾ മനുഷ്യരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നില്ല. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യർ തന്നെയാണ് അവരുടെ ആത്മീയ കണ്ണുകൾ അടയ്ക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്ന് അന്ധകാരത്തിലേക്ക് യാത്ര ചെയ്യുന്നതും. ഇങ്ങനെയുള്ളവർക്ക് ദൈവകൃപയിൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവവചനം നിരസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പിന്നീട് ദൈവവചനം മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇല്ലാത്തവനാകും. എന്നാൽ ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവകൃപയിലേക്ക് നയിക്കപ്പെടും. കർത്താവ് ഈ പ്രകാരം പറയുന്നു, ഉള്ളവന് കൂടുതൽ കൊടുക്കും, അവന് സമൃദ്ധിയായി നൽകും. ഇല്ലാത്തവനോ അവന് ഉള്ളതുകൂടി എടുത്തു കളയും. സ്തോത്രം. നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിൽ വയ്ക്കാറില്ല, പിന്നെയോ അത് തണ്ടിൽ മേലത്രേ വയ്ക്കുന്നത്. സ്തോത്രം. ആമേൻ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും തണ്ടിന്മേൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാശം നൽകും. മാക്സിമം പ്രകാശം ചുറ്റുപാടും ലഭിക്കുന്നതിനാണ് വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ തൂക്കിയിടുന്നത്. ഇത്രയും പ്രകാശം പരത്തുന്ന വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ ആരും വയ്ക്കാറില്ല. പറ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് കാലങ്ങളിൽ ധാന്യങ്ങൾ അളന്ന് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്ന ഒരു തരം അളവ് പാത്രം, ഏകദേശം 10 ലിറ്റർ കൊള്ളുന്ന ഒരു അളവ് പാത്രം. അതായത് വിശ്വാസികൾ തൻ്റെ ജോലിയും ബിസിനസ്സും
ധനം മുതലായ കാര്യങ്ങളിൽ മുഴുകി അവരുടെ ആത്മീയ വെളിച്ചം അതിൽ മൂടിപ്പോകരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തണം. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടിയാണ് ചന്ദ്രൻ രാത്രികാലങ്ങളിൽ പ്രകാശിക്കുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രകാശം നമ്മളിൽ തട്ടി നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ പ്രകാശം മറ്റനേകരിലേക്ക് ഒഴുകിയെത്തണം. അവരും പ്രകാശമുള്ളവരായിത്തീരണം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21 പറയുന്നത്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കാറുണ്ടോ? വിളക്ക് തണ്ടിൽ മേലല്ലയോ വയ്ക്കുന്നത്? സ്തോത്രം. കട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് ക്ഷീണവും അലസതയും തോന്നുമ്പോഴാണ്. പണ്ട് കാലങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കെടുത്തിയതിന് ശേഷം വീണ്ടും കത്തിക്കുക ചില പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം അതിലെ തിരി എണ്ണയിലാണോ അത് കത്തി കത്തി കരിന്തിരിയായി പോയിരിക്കുമോ, പിന്നെ കരിന്തിരിയായി പോയാൽ അത് മുറിച്ച് കളയണം. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട്, വീണ്ടും കത്തിക്കുവാനുള്ളത് കൊണ്ട് ആ വിളക്ക് കട്ടിൽ കീഴെ വച്ചതിന് ശേഷം വിശ്വാസി അല്പം വിശ്രമിക്കുന്നതിന് കിടക്കും. സ്തോത്രം. വിശ്വാസിയുടെ ക്ഷീണം, ഉദാസീനത, അലസത നിമിത്തം ഉറങ്ങിപ്പോകും. കർത്താവിൻ്റെ വാക്കുകൾ നാം ഓർക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അലസത നിമിത്തം ഉറങ്ങിപ്പോയി ശത്രുവായവൻ വന്ന് കളകൾ വിതച്ചു. ഇപ്പോൾ കൊയ്ത്തോളം കാത്തിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ പ്രകാശം ഉദാസീനതയും അലസതയും നിമിത്തം മങ്ങിപ്പോകരുത്. വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിൽ വയ്ക്കാനുള്ളതല്ല, അത് തണ്ടിന്മേൽ തന്നെ തൂക്കിയിടണം. എങ്കിലാണ് മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടുകയുള്ളൂ. ക്ഷീണം മാറ്റിയിട്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പെൻഷനായിട്ട് വേണം, റിട്ടയർമെൻ്റ് എടുത്തിട്ട് വേണം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക, അതൊരു പക്ഷേ സാധിച്ചെന്ന് വരികയില്ല. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പറയുന്നു, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിൽ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. സ്തോത്രം. പാത്രം സാധാരണ ഉപയോഗിക്കുന്നത് ആഹാരം പാകം ചെയ്യുന്നതിനും ആഹാരം കഴിക്കുന്നതിനുമാണ്. അതായത് സുവിശേഷം ഉപജീവന മാർഗ ചിന്തയിലും അതിൻ്റെ മാർഗങ്ങളിലും വിശ്വാസി ജീവിച്ച് ലഭിച്ചിരിക്കുന്ന വെളിച്ചം മൂടിപ്പോകരുത്. സ്തോത്രം. വിളക്കിൻ്റെ തണ്ട് നാമും ആ തീനാളം കർത്താവുമായിരിക്കണം. നമ്മളിൽ കർത്താവ് പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ഒരു ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെടും, ആ ദിവസം നാം അറിയുന്നില്ല. അതുകൊണ്ട് നാം പ്രകാശഗോപുരമായ ക്രിസ്തുവിനെ പാത്രം കൊണ്ട് മൂടരുത്. പിന്നെയോ അത് തണ്ടിൽ മേൽ തന്നെ കൊളുത്തി വയ്ക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടുകയുള്ളൂ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിൽ മേലത്രേ വയ്ക്കുന്നത്. നിലവറ എന്ന് പറയുന്നത് സ്റ്റോർ ഹൗസ് ഓർ സീക്രട്ട് പ്ലേസ് ഓർ മറവിടം എന്നൊക്കെ അർത്ഥമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു മറവിടമുണ്ട്, ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മനസ്സ്. വിശ്വാസിയുടെ മനസ്സ് അശുദ്ധി സൂക്ഷിക്കുന്ന ഇടമായിരിക്കരുത്. അങ്ങനെയായാൽ തന്നിലുള്ള പ്രകാശം മങ്ങിപ്പോകും. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാകുന്നു. ഇവിടെ കണ്ണിൻ്റെ അർത്ഥം ഹൃദയത്തിൻ്റെയോ മനസ്സിൻ്റെയോ കണ്ണാണ്. അതായത് നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ കാണണം. നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നല്ലതാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിതമായി തീരും. കർത്താവിൻ്റെ പ്രകാശം നമ്മളിൽ ഉണ്ടായിരിക്കും. ആത്മീയ വെളിച്ചത്തിൻ്റെ ഏക ഉറവിടം അത് ദൈവമാണ്, അത് കർത്താവാണ്.
ഈ വെളിച്ചം ഇരുട്ടാണെങ്കിൽ നാം പൂർണ്ണമായി അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. യേശു പറയുന്നത്, ആകയാൽ തന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. നമ്മുടെ ആത്മീയ കണ്ണുകൾ എങ്ങനെയുണ്ട്? അവ വ്യക്തവും ആരോഗ്യവുമുള്ളതാണോ? നാം യേശുവിനെ കാണുന്നുണ്ടോ? യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നാം കാണുന്നുണ്ടോ? വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളാണ് കർത്താവോട് വെളിച്ചത്തോട് താരതമ്യപ്പെടുത്തി സംസാരിച്ചത്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കരുത്. അതായത് വിശ്വാസിയുടെ ജീവിതം ജോലിയും ബിസിനസ്സും ധനത്തിൻ്റെ ചിന്തയുമായി ലഭിച്ച പ്രകാശം മങ്ങിപ്പോകരുത്. 2, വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിൽ വയ്ക്കരുത്. അതായത് വിശ്വാസിയുടെ ജീവിതം അലസതയും ഉദാസീനതയും ആയി ലഭിച്ച പ്രകാശം മങ്ങിപ്പോകരുത്. 3, വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടി വയ്ക്കരുത്. അതായത് വിശ്വാസിയുടെ ജീവിതം തിന്നുക, കുടിക്കുക, രസിക്കുക എന്നുള്ളതായിരിക്കരുത്. 4, വിളക്ക് കത്തിച്ച് നിലവറയിൽ വയ്ക്കരുത്. അതായത് വിശ്വാസിയുടെ ജീവിതം രഹസ്യങ്ങളും അകൃത്യങ്ങളും സൂക്ഷിക്കുന്ന സ്റ്റോർ ഹൗസായി മാറരുത്. വെളിച്ചത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് നാം കടന്നു വരണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവ് നീക്കി നിങ്ങളെല്ലാവരെയും ആ പ്രകാശഗോപുരമായ പ്രകാശത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.